ബീച്ച് സൈഡിൽ നിന്നൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ മാക്സിമം എടുക്കാതിരിക്കുക, ഒഴിവാക്കി വിടുക. പിന്നെ ആദ്യം തന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫേക്ക് വല്ലതും ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് നോക്കാനേ പോകരുത്. ഒരുപാട് നാൾ ഓടി തുളഞ്ഞ വണ്ടികളൊക്കെ തന്നെയാണ്, ഒരുപാട് നാൾ കയറ്റി വെച്ചിരുന്ന വണ്ടി. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ മാക്സിമം ഒഴിവാക്കുക. ഈ ഒരു ഡ്രൈവ് ഷാഫ്റ്റിനൊക്കെ 10,000 രൂപയ്ക്ക് അടുപ്പിച്ച പ്രൈസ് വരുന്നുള്ളെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ മൊത്തം അഴിച്ച് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും. അപ്പോൾ ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ്റെ ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യൂസ്ഡ് ബൈക്ക് എടുക്കാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ ഒരു 4 പാർട്ടായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ബൈക്ക് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യം നോക്കണം. സെക്കൻഡ് പാർട്ടിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻസ്, തേർഡ് പാർട്ട് മെക്കാനിക്കൽ സൈഡ്, ഫോർത്ത് പാർട്ട് ബാർഗെയിനിങ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റേഷനറി ആയിട്ടൊരു വീഡിയോ കണ്ടുകൊണ്ടെങ്കിൽ ആർക്കും താല്പര്യം കാണാണ്ട് പഴയൊരു വീഡിയോയുടെ കൂടെ ഞാൻ വോയിസ് ഓവർ ചെയ്തായിരിക്കും ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നത്. ആ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് മെയിൻറ്റെയിൻസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. അപ്പോൾ ബാക്കി പാർട്ടൊക്കെ ഞാൻ കുറച്ച് വണ്ടി കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നമ്മളെ പുതിയ എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ബൈക്കിൻ്റെ ആഗ്രഹം കൊണ്ടോ ആയിരിക്കും എടുക്കുന്നത്. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് പണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊരുമില്ല, നമ്മൾ മൊത്തത്തിൽ തന്നെ മനസ്സങ്ങ് മടുത്തു. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ആഗ്രഹം ഏതെങ്കിലും വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ അതിനുള്ള ഫണ്ട് കാണില്ല, പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടൊന്ന് ഒപ്പിച്ചാൽ വണ്ടി എടുക്കാൻ പറ്റും. അങ്ങനെയൊന്നും ഒരു കാരണവശാലും പോയി എടുക്കരുത്. നമ്മളെ പാഷൻ കംപ്ലീറ്റ് ആവുന്ന രീതിയിലൊക്കെ അത് പോയി എടുത്തത് പാഷനല്ല, വെറും പ്രഹസനമായി മാറിപ്പോവും. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ വണ്ടി എടുക്കണമെന്നൊന്നുമില്ല. നമ്മളതിൽ വണ്ടി എടുക്കാനും പറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ വണ്ടിയിലോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ യൂസ് നോക്കുക, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ്, നമുക്ക് ആവശ്യമുള്ള മൈലേജും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മുടെ മൈൻഡിൽ വേണം. നമ്മൾ എന്താണ് യൂസ് അതിനനുസരിച്ച് വണ്ടി എടുക്കുക. ഇപ്പം നമുക്കൊരു 35 മൈലേജ് ഉള്ളൊരു വണ്ടി വേണം, അത്യാവശ്യം പവറുള്ള വണ്ടി വേണം. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള വണ്ടി എടുക്കാൻ ഫണ്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ താഴെയുള്ള വണ്ടികൾ നോക്കിയിട്ട് നമുക്ക് അതിന് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എടുക്കാൻ നേരത്തെ നമുക്ക് പണി കിട്ടാൻ ചാൻസുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ എനിക്കും ഇപ്പോൾ എൻ്റെ ഡ്രീം ബൈക്ക് ഒരു RC200 ആയിരുന്നു. പക്ഷേ അതെൻ്റെ എടുക്കാമെന്ന് ഫണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു AS200 എടുത്തത്. പിന്നെ അത്യാവശ്യം അത് പണിത് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് മോഡിഫൈ ഒക്കെ ചെയ്ത് ഇപ്പോൾ ഉള്ള രീതിയിലോട്ട് ഞാൻ കൊണ്ടും വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഒരു RC എടുക്കണമെന്നോ ആയിരിക്കും, ഇപ്പോൾ ഒരു RC390 ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ കൊണ്ട് ഇപ്പോൾ അത് എടുത്താലും മെയിൻറ്റെയിൻ ചെയ്യാൻ നടക്കാത്തതുകൊണ്ട് ഞാൻ ഇനി എടുക്കുന്നെങ്കിൽ ഒരു RC200 ആയിരിക്കും എടുക്കുന്നത്. ഞാൻ ഒരു RC390 അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ CC ബൈക്ക് എടുക്കുന്നെങ്കിൽ തന്നെ എനിക്കത് എവിടെയെങ്കിലും പോകുന്നത് പെട്രോൾ അടിച്ചുകൊണ്ട് പോകാനും മെയിൻ്റെനൻസും ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്തിയതിന് ശേഷം മാത്രമേ ഞാൻ അത് എടുക്കുന്നുള്ളൂ. ഹയർ CC ബൈക്ക് മൈലേജില്ലാത്ത വണ്ടിയൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ചുമ്മാ ആൾക്കാരെ കാണിച്ചും ബാക്കി അല്ലാത്ത മറ്റേ സ്കൂട്ടറിലൊക്കെ പോകുന്ന പരിപാടിയോട് ബേസിക്കലി എനിക്കൊരു താല്പര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം, അതൊക്കെ കംപ്ലീറ്റ് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ അത് ചുമ്മാ ഒരു പ്രഹസനമായി പോകും, നമ്മുടെ പാഷനൊന്നും കംപ്ലീറ്റ് ആവില്ല. നമ്മളങ്ങനെ ഒരു വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ ആവശ്യമനുസരിച്ച് ഓട്ടിക്കാനും പറ്റണം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, എല്ലാ കാര്യവും പറ്റണം. നമ്മളതിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രം 2 വണ്ടിയുണ്ട്, എണ്ണ അടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റൊരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ആ വണ്ടി എടുക്കരുത്. നമുക്ക് ഈ 2 വണ്ടിയും നമ്മുടെ ആവശ്യമനുസരിച്ച് എടുക്കാനും ഓടിക്കാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലോട്ട്, എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള വണ്ടികൾ എടുക്കുക. അപ്പോൾ ഇതാണ് ആദ്യം തന്നെ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മൈലേജ് വേണം, നമ്മളുള്ള ഫണ്ട് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം നമ്മൾ OLXിലും മറ്റ് ഈ സെക്കൻഡ് ഹാൻഡ് ബൈക്കൊക്കെ സെയിൽ ചെയ്യുന്ന കടകളൊക്കെ കയറി തിരക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മൈലേജിനും നമ്മളെ ഫണ്ടിനും നമ്മളെ മെയിൻ്റനൻസ് കോസ്റ്റിനും എല്ലാം അകത്ത് നമുക്ക് ഏത് വണ്ടി എടുക്കാൻ പറ്റുമെന്ന്. ആദ്യം തന്നെ KTMൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഏകദേശം മെയിൻ്റനൻസ് ഒക്കെ ഒരേപോലെയാണ്, പക്ഷേ പാർട്സിനൊക്കെ നല്ല രീതിക്ക് റേറ്റ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ RC200 എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹം. പിന്നെ റീസെയിൽ വാല്യൂ നല്ല രീതിക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് BS3 വണ്ടിക്ക് തന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചൊക്കെ പ്രൈസ് വരുന്നുണ്ട്. 1.5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷത്തിന് പുറത്ത് എന്തായാലും വരും. അതേ സമയത്ത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന പൾസറിൻ്റെ വണ്ടിക്കൊക്കെ ആണെങ്കിൽ റീസെയിൽ വാല്യൂ നല്ല രീതിക്ക് കുറവായിരിക്കും. അപ്പോൾ എനിക്ക് BS3 വണ്ടി എനിക്കൊരു നല്ല കണ്ടീഷനുള്ള വണ്ടി ഒരു 50,000 രൂപയ്ക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. നമ്മളിലുള്ള ഫണ്ടിനനുസരിച്ച് വണ്ടി നമ്മൾ ചൂസ് ചെയ്യുക. ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാനോ പ്രസവത്തിനോ വണ്ടി എടുത്തിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അടുത്ത സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ക്ലാരിഫൈ ചെയ്യണം കറക്റ്റായിട്ട്. കാരണം ഇനി നമ്മളെ വണ്ടി എത്ര നീറ്റും പക്കാ മെയിൻറ്റെയിനും എത്ര വില വെച്ച് തരാമെന്ന് പറഞ്ഞാലും ഡോക്യുമെൻറ്റ്സ് പക്കയല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടതോ ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. കാരണം ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും ആ വണ്ടിയിലോട്ട് നോക്കരുത്. മോഡിഫിക്കേഷൻ മെയിൻ്റെനൻസും വണ്ടിയുടെ കണ്ടീഷനും പ്രൈസും ഒന്നും പിന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഡോക്യുമെൻറ്റ്സ് ക്ലാരിഫിക്കേഷൻ. ആദ്യം തന്നെ വണ്ടിയുടെ RC ബുക്ക് എടുത്തിട്ട് നമ്മൾ ചേസസ് നമ്പറും എൻജിൻ നമ്പറും എല്ലാം കറക്റ്റ് വെരിഫൈ ചെയ്യണം. ചേസ് നമ്പർ നോക്കുന്നത് NSനൊക്കെ ആണെങ്കിൽ ഈ ഒരു പാർട്ടിലായിരിക്കും ചേസ് നമ്പറൊക്കെ വരുന്നത്. പിന്നെ RCക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ആയിട്ടൊക്കെ വരും. അത് പല വണ്ടിക്ക് അനുസരിച്ച് വ്യത്യാസം വരുമെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ വണ്ടിയും ചേസ് നമ്പറൊന്നും അങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയാണ് ചേസ് നമ്പർ നോക്കേണ്ടത്. ചേസ് നമ്പർ നോക്കിയാൽ മാത്രം പോരാ, അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കൊത്തുപണികളോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ചിലപ്പോൾ രണ്ടാമത് ചേസൊക്കെ വേറെ വണ്ടിയിലേക്ക് കയറ്റിയതിന് ശേഷം അതിൽ കട്ടൊക്കെ ചെയ്ത് പഴയ പോലെ ആക്കാനൊക്കെ ശ്രമിച്ചെന്ന് വരാം. അപ്പോൾ അതൊക്കെ നോക്കണം. പിന്നെ എൻജിൻ നമ്പർ
ഇവിടെയാണ് എൻ്റെ എഞ്ചിൻ നമ്പർ കൊടുത്തേക്കുന്നത്. അപ്പോൾ എഞ്ചിൻ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ നോക്കി അറിയാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വായിച്ച് നോക്കണം. അപ്പോൾ ഇതിലും എന്തെങ്കിലും ആൾട്രേഷൻസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ബുക്ക് ഡീറ്റെയിൽസും എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് പിന്നെ ഓണറിനൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. അതിലെന്തെങ്കിലും തെറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് നോക്കണ്ട, ആ വണ്ടി അവിടെ കളഞ്ഞിട്ട് വരുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. അടുത്ത നമുക്ക് ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിലോട്ട് പോകാം. മെക്കാനിക്കൽ സൈഡിലോട്ട് പോയി ആദ്യം തന്നെ വണ്ടി ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ നോക്കണം. വണ്ടി ആക്സിഡൻറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും വണ്ടി ആക്സിഡൻറ്റ് ആയോ എന്ന്. പിന്നെ ചിലവർ ആക്സിഡൻറ്റൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെയും ആക്സിഡൻറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യും. കാരണം ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സിഡൻറ്റ് വേണ്ടിയാണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി ഫസ്റ്റ് ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യുന്ന പാർട്ട് ഈ ഒരു ബാറിൻ്റെ വെയിറ്റും ഈ ലിവേഴ്സൊക്കെ ആയിരിക്കും. പിന്നെ ചെറിയ രീതിക്കുള്ള സ്ക്രാച്ചസൊക്കെ ഇതിൽ രണ്ടിൽ വരാൻ കാരണം ചെറിയ രീതിക്കുള്ള വീഴ്ചയൊക്കെ എല്ലാവരും നിന്ന് വീഴും. അതൊക്കെ വളരെ കോമൺ ആണ്. വലിയ രീതിക്കുള്ള ക്രാഷ് ആവരുതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ചെറിയ രീതിക്കുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. കാരണം ചെറിയ രീതിക്കുള്ള സ്ക്രാച്ച് ഉണ്ട്, അവർ മാറാതെ തന്നെ ഇട്ടേക്കണമെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും വണ്ടിക്ക് വീണപ്പോൾ ഉണ്ടായിട്ടില്ലെന്നാണ് അർത്ഥം. ഇൻ കേസ് എല്ലാം പുതിയതാണെങ്കിൽ നല്ല രീതിക്ക് വീണ് അവിടെയൊക്കെ ഒലിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മാറേണ്ട രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ചെറിയ രീതിയിൽ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ആ ചെറിയ വീഴ്ച ചെയ്യണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചിലവർ വണ്ടി വെക്കാൻ നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൽ വണ്ടി ഹെഡ് ഓൺ കൊളിഷൻസ് ഒക്കെ സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേസൊക്കെ എന്തായാലും ബ്രേക്ക് ആവും. അപ്പോൾ ഈ ചേസിൻ്റെ പാർട്ടിൽ അവിടെ എവിടെയെങ്കിലും എക്സ്ട്രാ വെൽഡിംഗ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളെ കമ്പനിയിൽ വരുന്ന വെൽഡിങ്ങും എക്സ്ട്രാ ചെയ്യുന്ന വെൽഡിങ്ങും നമ്മൾ നല്ല രീതിക്ക് വ്യത്യാസമാണ്. അപ്പോൾ അതൊക്കെ നോക്കണം. പിന്നെ വേറെ എവിടെയെങ്കിലും ചേസിൻ്റെ പാർട്ടിൽ അവിടെ വെൽഡിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ എസ്പെഷ്യലി എടുത്ത് നോക്കണം. എൻ്റെ ബൈക്കിൽ ഇപ്പോൾ വരുന്നത് 2 ടെലസ്കോപ്പിക് സസ്പെൻഷൻസ് ആണ്. ബൈക്കിൽ ഈ സസ്പെൻഷൻ പാർട്ടൊക്കെ നല്ല രീതിക്ക് എക്സ്പെൻസീവാണ്. USD ഫോർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല രീതിക്ക് അതൊന്ന് എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. ഫസ്റ്റ് ഞാൻ മോണോഷോക്കിൻ്റെ കാര്യം പറഞ്ഞുതരാം. മോണോഷോക്ക് വർക്കിംഗ് ആണോ എന്ന് ജസ്റ്റ് ആദ്യം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഫ്ലൂയിഡ് ലീക്കും കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിലൊക്കെ നോക്കണം. കാരണം ഇതൊക്കെ ലീക്കായി കഴിഞ്ഞാൽ ഇപ്പോൾ റീകണ്ടീഷനൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത സ്റ്റോക്കാണ് ഇട്ടേക്കുന്നതും. അത് മാറ്റാൻ വേണ്ടി ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യാൻ നല്ല രീതിക്ക് നമ്മളതിന് കോസ്റ്റ് ആവും. അപ്പോൾ അതാണ് ബാക്ക് മോണോഷോക്കിൻ്റെ കാര്യം. പിന്നെ ഫ്രണ്ട് സസ്പെൻഷനിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഇവിടുന്ന് ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഈ സ്റ്റമ്പിൽ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടോയെന്ന് ഇതിപ്പോൾ ബൂട്ടിട്ടേക്കൊണ്ട് ഊരാൻ പാട്. ഈ സ്റ്റമ്പിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. കാരണം സ്റ്റമ്പിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യത്തെ ഓയിൽ സീൽ മാറിയല്ലോ അത് കിടക്കത്തില്ല, വീണ്ടും ബ്രേക്ക് ആവും. ഈ ഇന്നർ ട്യൂബോടെ മാറണം. ഈ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനിലാണെങ്കിൽ അത് വലിയ റേറ്റൊന്നും വരില്ല. എങ്കിലും USD ഫോർക്കിലൊക്കെ ആണെങ്കിൽ പോക്കറ്റ് ഇരുന്ന റേറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതാണ് സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. പിന്നെ വണ്ടിയൊന്ന് ഓടിച്ച് നോക്കണം. പിന്നെ അവിടെ എഞ്ചിൻ ഓയിലും കൂളൻ്റും ഒക്കെ മിക്സ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അതിന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ വണ്ടി വയ്ക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ചില വണ്ടിക്കൊക്കെ ഇത് കാണും, ഈ ഒരു ഓയിലൊക്കെ വാച്ച് ചെയ്യുന്ന ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് കളർ ഡസ്റ്റോ വല്ലതും ഒക്കെ ഉണ്ടോ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓയിലും കാര്യങ്ങളൊക്കെ കത്തുന്നതെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി പിന്നെ എടുക്കാൻ പോരുത്. പിന്നെ കൂളൻ്റൊക്കെ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ജസ്റ്റ് ഒന്ന് ഓടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പെട്ടെന്നുള്ള കുറവിലാണെങ്കിൽ നമ്മുടെ ഓയിൽ പമ്പിൻ്റെ വാട്ടർ പമ്പിൻ്റെ സീലിംഗ് അതിനൊക്കെ ഡാമേജ് ആവും. അപ്പോൾ അത് നോക്കണം. പിന്നെ നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടയേഴ്സാണ്. മര്യാദയ്ക്കുള്ള നല്ല 2 ടയേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10K എടുപ്പിച്ച് റേറ്റ് ആവും. എൻ്റെ തന്നെ ബാക്ക് ടയർ ഒരു 4000 ഉണ്ട്. ഫ്രണ്ട് ടയർ ഞാൻ നൈലോൺ ഇട്ടേക്കുന്നത് റേഡിയല്ല. അതുകൊണ്ട് എനിക്ക് 2,500 അത് റേറ്റ് വന്നുള്ളൂ. നല്ലേക്ക് ടയർ എടുക്കണമെങ്കിൽ ഒരു 10K എന്തായാലും പോകും. അപ്പോൾ ടയറൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. അത് വെച്ചിട്ട് വേണം നമ്മളൊരു വണ്ടിയുടെ വില ഇടാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഡിസ്പ്ലേറ്റ്സ് എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇത് അങ്ങനെ വിയറോട്ടായൊന്നും പറയത്തില്ല, അത്യാവശ്യം ഉണ്ട്. ഇതിൽ തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റാൻ നല്ല റേറ്റാവും. അത്യാവശ്യം നല്ല റേറ്റ് എന്ന് വെച്ചാൽ ഒരു എൻ്റെ വണ്ടിക്കാണെങ്കിൽ ഈ ഫ്രണ്ട് 1500. ഇത് ABS മോഡലിനാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, 2400 അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേറ്റിൻ്റെ കാര്യമൊക്കെ നോക്കണം. ബ്രേക്ക് പാഡ്സൊക്കെ 250 രൂപ അടുപ്പിച്ചേ ഒരെണ്ണം വരുന്നുള്ളൂ. ചില വണ്ടിക്കൊക്കെ ആണെങ്കിൽ കൂടി ഇപ്പോൾ ഒരു 1000 രൂപയൊക്കെ വരും. അത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്ക് പാഡ്സൊക്കെ അനുസരിച്ചിരിക്കും. അതുകൂടെ നോക്കിയിട്ട് ബാർഗൻ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം. അപ്പോൾ ഡിസ്ക് റോട്ടേഴ്സ് ഡിസ്കിൻ്റെ കാര്യമൊക്കെ ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ വണ്ടിയിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. വണ്ടിയുടെ മീറ്റർ കൺസോളിലാണെങ്കിൽ എന്തെങ്കിലും വാണിങ്ങും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ടോ നോക്കണം. എൻ്റെ ഇപ്പോൾ ABS മോഡലല്ല. ABS മോഡലാണെങ്കിൽ ABS ലൈറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും കത്തിക്കിടക്കണമെന്ന് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. കാരണം ABS ഒക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി നല്ല പൈസയാവും. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് നോക്കണം. പിന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്തൊക്കെ ഉണ്ടോ എല്ലാം പാസ്, ഡിമ്മ്, ബ്രൈറ്റ്, ഹോണ്, ഇൻഡിക്കേറ്റേഴ്സ്, സെൽഫ്, ഇഗ്നിഷൻ സ്വിച്ച്, കീ എല്ലാ സാധനവും പക്ക വർക്കിംഗ് ആണെന്ന് നമ്മൾ നോക്കിയിരിക്കണം. കാരണം ചിലപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ വർക്കാവാത്ത അവർ പറയും ഇൻഡിക്കേറ്റർ കംപ്ലൈൻ്റ് ആണെന്ന്. ചിലപ്പോൾ ഓരങ്കിട്ടേ കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കും വർക്കാവാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിസോൾവ് ചെയ്തിട്ട് തരാൻ വേണ്ടി നോക്കണം. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ്
ചെയിൻ സ്പ്രോക്കറ്റ് മാറുന്ന അത്യാവശ്യം റേറ്റൊക്കെ ആവും. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് നിനക്ക് എത്രമാത്രം വിയറൗട്ട് ആയെന്നൊക്കെ ഒന്ന് നോക്കണം. പിന്നെ വണ്ടി ഓവറാൾ എന്തുമാത്രം മെയിൻറ്റൈൻഡ് ആണെന്ന് വണ്ടി ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിനുശേഷം നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്തെങ്കിലും വൈബ്രേഷൻ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി നോക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. കാരണം എന്തായാലും മെക്കാനിക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നാലും അത് നമുക്ക് എന്തായാലും നഷ്ടമായിട്ട് മാറില്ല. കാരണം വണ്ടി നമ്മൾ അതിനെക്കാട്ടി കൂടുതൽ ഫണ്ട് കൊടുത്തായിരിക്കും ഇറക്കുന്നത്. നമ്മൾ കുറേ നാളത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ് വണ്ടി. പറ്റുമെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു മീറ്റപ്പ് വെക്കുന്ന സമയത്ത് അതൊരു ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ചുള്ള മീറ്റപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ ഒരു റെഗുലർ ചെക്കപ്പ് എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് റേറ്റ് ആവും. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് സർവീസ് ഹിസ്റ്ററി എടുക്കാം. വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെല്ലാം നോക്കാം. പിന്നെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ നോക്കണം. എൻ്റെ വണ്ടിക്കാണെങ്കിൽ ഒരു 50,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴാണ് മേജർ സർവീസൊക്കെ വരുന്നത്. അതൊക്കെ മിക്കവരും ചെയ്യാറില്ല. അപ്പോൾ 50,000 കിലോമീറ്ററൊക്കെ ആവുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം അതിനുശേഷം എപ്പോഴായാലും NS-നൊക്കെ ആണെങ്കിൽ എഞ്ചിനൊക്കെ ബ്രേക്ക് ഡൗൺ ആവാം. ചിലവർ എഞ്ചിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഒരു പ്രശ്നവും കാണാതെ 1 ലക്ഷം കിലോമീറ്റർ ഓടിയവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വെച്ചിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ മേജർ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന വണ്ടിയാണോ എന്നൂടെ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇതിൻ്റെ കവറുണ്ട്, അതൊന്ന് അയച്ചിട്ട് ചെക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും നോക്കണം. കാരണം ഈ ഒരു ഡ്രൈവ് ഷാഫ്റ്റ് വരുന്നുണ്ട് ഫ്രണ്ടിൽ, അതിനെനിക്ക് തോന്നുന്നു 1000 രൂപ അടുപ്പിച്ച പ്രൈസ് വരുന്നുള്ളൂ. പക്ഷേ ആ ഒരു സാധനം ഡാമേജ് ആണെങ്കിൽ മാറണമെങ്കിൽ നമ്മുടെ എഞ്ചിൻ മൊത്തം അയച്ചിട്ട് റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നല്ല രീതിക്ക് എക്സ്പെൻസ് ആവും. അപ്പോൾ ഈ ഒരു കാര്യം നോക്കണം. നല്ല രീതിക്ക് തേയ്മാനം ഉണ്ടെങ്കിൽ വാങ്ങിക്കരുത്. പിന്നെ ചിലവരൊക്കെ ഈ സാധനം കംപ്ലയിൻ്റ് ആയാലും വണ്ടി കൊടുക്കാൻ നേരത്താണെങ്കിൽ ഈ സാധനം സ്പ്രോക്കറ്റും ആ ഇന്നർ ഷാഫ്റ്റൂടെ വെച്ച് വെൽഡിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ വണ്ടി എടുക്കാൻ പോകരുത്. കാരണം ഫുൾ ഉടായ്പായിരിക്കും. ചിലവരൊക്കെ വണ്ടി കൊടുക്കാൻ നേരത്ത് ഉള്ള പണിയൊന്നും ചെയ്യാതെ മാക്സിമം ഇട്ട് ഓടും, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടായിരിക്കും വണ്ടി തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ഒരു 10-200 കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് പണി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. പിന്നെ ഒയറിങ് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ചിലവർ ഓയറിങ്ങൊക്കെ ഡാമേജ് ആയിട്ട് ചുമ്മാ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ തരും. ഈ ഒരു 2 സൈഡിലെ സ്വിച്ച് ഉണ്ട്, ഇതിനാലും കൂടുതൽ ഡാമേജ്. അപ്പോൾ അതൊക്കെ ഒന്ന് പക്കാ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടി. പിന്നെ ഈ വലിയ കാര്യങ്ങൾ വെച്ച് മാത്രമേ നമ്മൾ വണ്ടി ബാർഗിൻ ചെയ്യാൻ നിൽക്കാവൂ. ഈ ചെറിയ 100 രൂപ 50 രൂപ കാര്യമൊക്കെ പറഞ്ഞിട്ട് വണ്ടിയുടെ വില കുറയ്ക്കാൻ നോക്കിയാൽ നീ പോടാ നിനക്ക് വണ്ടി തരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു വിടും. അപ്പോൾ അതുകൂടെ നോക്കണം. പിന്നെ ചിലവർ നല്ല രീതിക്ക് വണ്ടിയൊക്കെ പണിത് വെച്ചിട്ട് അവർ കാണും, അവരുടെ അടുത്ത് വന്നിട്ട് നല്ല രീതിക്ക് വില കുറച്ച് അവരെ വണ്ടി ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും വണ്ടി തരില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഒന്നും ചെയ്യാൻ വേണ്ടി. കാരണം അവർക്ക് മനസ്സ് കൊടുത്താൽ നമുക്ക് തരും. 2 പേർക്കും നഷ്ടം വരാത്ത രീതിയിൽ വേണം ഒരു വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി. അവർക്ക് നഷ്ടം വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു വണ്ടി തരില്ല, അത് മെയിൻ കാര്യം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് എടുക്കാൻ വേണ്ടി. മെയിൻ കാര്യങ്ങൾ വെച്ച് മാത്രം ബാർഗൈൻ ചെയ്ത് നോക്കുക. ഈ ചെറിയ കാര്യങ്ങൾ 50 100 രൂപ 10-300 രൂപ കാര്യമൊക്കെ വെച്ചിട്ട് ബാർഗൈൻ ചെയ്യിക്കാൻ നോക്കണം. കാരണം അതൊക്കെ നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി എടുത്തതിന് ശേഷമായാലും പതുക്കെ ശരിയാക്കി കൊണ്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ എഞ്ചിൻ സൈഡ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് എന്തെങ്കിലും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം. അന്വേഷിച്ചായിട്ട് എന്തെങ്കിലും നോയ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ മെക്കാനിക്കലായിട്ട് കൺസൾട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു മെക്കാനിക്കലിൻ്റെ കൊണ്ടുപോയി നോക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കണം. എന്തായാലും എഞ്ചിൻ നോയ്സൊക്കെ ചെക്ക് ചെയ്യുന്ന നേരത്ത് വേറെ ആരോട് ചെക്ക് ചെയ്യണം. നമ്മുടെ എഞ്ചിൻ സൈഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം. ഇവിടെ നിന്നൊക്കെയുള്ള ലീക്കാണെങ്കിൽ അത് ജസ്റ്റ് പാക്കിങ് വരെ തീരാവുന്നേ ഉള്ളൂ. ഹെഡിൻ്റെ ഭാഗത്തുനിന്നോ മറ്റെവിടെ നിന്നെങ്കിലുമൊക്കെ ലീക്കോ നമ്മുടെ എഞ്ചിൻ കേസിൽ കാണുന്ന രീതിയിലുള്ള ക്രാക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. നമ്മളിപ്പോൾ വണ്ടി നോക്കാൻ പോകണമെന്ന് നേരത്തെ പറയുകയാണെങ്കിൽ ലീക്കൊക്കെ അവർ മാറ്റിയായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓടത്ത് കാണത്തില്ല. വണ്ടി ഒന്ന് ഒരു 10 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്ക് ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കറിയാൻ പറ്റും. എന്നിട്ട് വേണം നമ്മൾ ലീക്കും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ. പിന്നെ നമ്മുടെ കിലോമീറ്റേഴ്സ് ഓഡോമീറ്റേഴ്സ് പക്കായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ചില വണ്ടിക്കൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എങ്ങനെ മീറ്ററൊക്കെ മാറേണ്ട ചാൻസൊക്കെ കൂടുതലാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഓഡോമീറ്റർ അവർ പറയുന്ന ദൂരം ആയിരിക്കില്ല ഉറപ്പായിട്ടും ചിലപ്പോൾ വണ്ടി ഓടിയിരിക്കുന്നത്. ചിലപ്പോൾ വണ്ടി ഒരു 30,000 കിലോമീറ്ററൊക്കെ കാണിച്ചാലും ഒരു 5 വർഷം പഴക്കമുള്ള വണ്ടിയൊക്കെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വിശ്വസിക്കാൻ പറ്റിയ ഒരു കിലോമീറ്റർ അല്ല. കാരണം ചുമ്മാ നമ്മൾ അങ്ങോട്ടും പോയാൽ എടുക്കാൻ തന്നെ കുറേ കിലോമീറ്റർ മറിയും. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി സ്പീഡിലായിരിക്കും കിലോമീറ്ററും കാര്യങ്ങളൊക്കെ മറിയുന്നത്. അപ്പോൾ ഓഡോമീറ്റർ പക്കായിട്ട് ചെക്ക് ചെയ്യണം. ഒന്നില്ലെങ്കിൽ അത് കയറ്റി വെച്ച വണ്ടികളിലും ആയിരിക്കണം. അതിന് ഒരു വഴിയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വണ്ടി എപ്പോഴെങ്കിലുമൊക്കെ ഷോറൂമിൽ ഉറപ്പായിട്ടും കൊണ്ടുപോയി കാണും. വെളിയിൽ വെച്ച് മാത്രം ഒരു വണ്ടി പണിയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോഴത്തേക്ക് നമ്മളെപ്പോൾ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയാലും ഒരു കാര്യം ശ്രദ്ധിച്ചാണ് നമ്മളെ വണ്ടിയിൽ എത്ര കിലോമീറ്റർ ആണെന്ന് അവർ എഴുതിയെടുക്കും. അപ്പോൾ ഷോറൂം സർവീസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ആയെന്ന് നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ ഇടയ്ക്കെങ്കിലും വണ്ടി കിലോമീറ്റർ അറിയാൻ വേണ്ടി കൊണ്ടുപോയി കാണും. അപ്പോൾ ആ ഡേറ്റിംഗ് കാര്യങ്ങൾ വെച്ച് നമുക്ക് ഏകദേശം ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ചിലവരൊക്കെ ആണെങ്കിൽ പറയാൻ മീറ്റർ മാറിയിട്ടുണ്ട്, അതിന് മുമ്പുള്ള റീഡിങ്ങും കാര്യങ്ങളൊക്കെ പക്കായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചില വണ്ടിയൊക്കെ വളരെ ലോ കിലോമീറ്റർ ആയിരിക്കും, പക്ഷേ ഒരുപാട് നാൾ ഓടായിരിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ വണ്ടി കയറ്റിച്ച വണ്ടിയിൽ അങ്ങനെ എടുക്കാറൊന്നും ഇല്ലെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടി കയറ്റിച്ച വണ്ടിയിലേക്ക് എത്രമാത്രം നീറ്റാണെങ്കിലും ഇപ്പോൾ എടുക്കാതിരിക്കുക. വണ്ടി ഇപ്പോൾ ഒരുപാട് ഓടിയാൽ മാത്രമല്ല, ഓടാതെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് പണികളാണ്. നമ്മൾ കുറച്ച് ഓടുമ്പോഴത്തേക്ക് ഓരോരോ പണിയായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. അത് പിന്നെ നമുക്ക് ഇരട്ടി പണിയാകും.
അപ്പോൾ കയറ്റി വെച്ചിരുന്ന വണ്ടിയൊക്കെ ചിലവർ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം എടുക്കാതിരിക്കും, ഒഴിവാക്കുക. പിന്നെ വണ്ടി എത്രമാത്രം മെയിൻറ്റെയിൻ ആണ്, പാർക്ക് ചെയ്തൊക്കെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയുടെ റെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രം മനസ്സിലാവും. ചിലരൊക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയായിരിക്കും, പാർക്കിങ്ങിൽ പോലും അത് ശ്രദ്ധിക്കാറുണ്ട്. അല്ലാതെ അവിടെ എവിടേക്ക് കൊണ്ട് മഴയത്തൊക്കെ വെച്ചിട്ട് പോകണമാരെ വണ്ടിയായിരിക്കും നല്ല രീതിക്ക് റെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. പിന്നെ ബീച്ച് സൈഡിൽ നിന്നൊക്കെ ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ മാക്സിമം എടുക്കാതിരിക്കുക. നമ്മൾ കാണാൻ നേരത്ത് അത്യാവശ്യം ലുക്കൊക്കെ അവരാക്കി വെച്ചാലും അതിൻ്റെ അകത്തൊക്കെ ആൾമോസ്റ്റ് ഫുള്ള് റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബീച്ച് സൈഡിൽ നിന്നൊക്കെ ഉള്ള വണ്ടി മാക്സിമം എടുക്കാതിരിക്കുക. പിന്നെ കാർബറേറ്ററൊക്കെ കരട് കയറിയൊക്കെ ഇരിക്കും, കാരണം റെസ്റ്റിൻ്റെ ഒരു ഫോർമേഷൻ നല്ല രീതിക്കുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കയറ്റി വെച്ച വണ്ടികളും എടുക്കാതിരിക്കുക. ഒരുപാട് ഓടിയ വണ്ടികളൊക്കെ തന്നെയാണ് കയറ്റി വെച്ചിരുന്ന വണ്ടിയും സെയിം രീതിയിൽ തന്നെ നമുക്ക് പണി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കയറ്റി വെച്ച വണ്ടിയൊന്നും മാക്സിമം എടുക്കാതിരിക്കുക, കാരണം അറിയാമല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെക്കാനിക്കൽ സൈഡിൽ എനിക്ക് പറയാനുള്ളത്. ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇത്രയെങ്കിലും വർക്കൊക്കെ ചെയ്ത് വെക്കാത്ത ആരും അങ്ങനെ കാണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആൾട്രേഷനൊക്കെ ചെയ്ത വണ്ടികളാണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് പാർട്സ് അവരെ തന്നെ കാണും. വണ്ടി എടുക്കാൻ നേരത്ത് ആ സ്റ്റോക്ക് പാർട്സ് കൂടെ വാങ്ങിക്കേണ്ടി തന്നെ വരണം. എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ ഹഗ്ഗറൊന്നും ഫെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു വാങ്ങിക്കാൻ പോയ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് പാർട്സ് ഹഗ്ഗറും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് അവർ തന്നായിരുന്നു. അതൊരു 2-3 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ടയറിൻ്റെ കണ്ടീഷൻ നോക്കാൻ നേരത്തെ നമ്മൾ വേറൊരു കാര്യമായിട്ട് നോക്കണം. ടയർ എവിടെയെങ്കിലും വെട്ടിത്തേയുന്നോ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മളെ വണ്ടിയുടെ അലൈൻമെൻറ്റോ വീൽ ബെറിങ്ങോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് പ്രത്യേകിച്ച് നോക്കണം. പിന്നെ ഫ്രണ്ടും അതേ കണക്ക് വെട്ടിത്തേയുന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെ നോക്കണം. ചിലപ്പോൾ അത് വീൽ ബെറിങ്ങൊക്കെ മാറിയാൽ തീരാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ അലൈൻമെൻറ്റൊക്കെ വീണോ ക്രാഷായോ വല്ലതും പോയിരിക്കുന്നതായിരിക്കും. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ആയെങ്കിലും ഒരു സൈഡിലോട്ട് ഒരു വലിവോ വല്ലതും ഉണ്ടോ നോക്കണം. അത് ചിലപ്പോൾ കോൺസെപ്റ്റിൻ്റെ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മളെ ടീ സ്റ്റെമ്പ് വല്ലതും ബെൻഡ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ പക്കായിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അലൈൻമെൻറ്റും കാര്യങ്ങളും സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന് ഓടിച്ച് നോക്കി പക്കായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വണ്ടി എടുക്കുക. അടുത്തായിട്ട് ബാർഗനിങ്ങിൻ്റെ കാര്യം. നമ്മളിപ്പോൾ ഒരാളൊരു 50,000 രൂപ വിലയിട്ട് വെച്ചേക്കുന്ന വണ്ടിക്ക് എടുത്ത അതിൽ ചെന്ന് 30 ഇപ്പോൾ എടുക്കുമെന്ന് പറയരുത്. അപ്പോഴേ അവർ തുറപ്പെടുത്ത് അടിച്ച് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടും. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ വിലയുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മൾ ഒരു ബാർഗെയിൻ ചെയ്യാനും നിൽക്കുക. മിക്കുള്ളൊരു വണ്ടി ഇപ്പോൾ നെഗോഷ്യബിൾ ആണെങ്കിൽ തന്നെ ഒരു 50,000 രൂപ വണ്ടിയാണെങ്കിൽ ഒരു 4,000-5,000 മാക്സിമം അത്ര രൂപയ്ക്ക് അവർ കുറയ്ക്കുന്നുള്ളൂ. അത്ര രൂപ അവർ കൂട്ടിയായിരിക്കും ചിലപ്പോൾ അവരെ ഇനിഷ്യലായിട്ടുള്ള മണി അവരെ സെയിലിനിട്ടത്. അപ്പോൾ ആ വണ്ടിയുടെ എത്ര റീസെയിൽ വാല്യൂ ഉണ്ടോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ജസ്റ്റ് നമ്മൾ OLXലേക്ക് കയറി ആ സെയിം വണ്ടിയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കിലോമീറ്ററും പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ വണ്ടികളൊക്കെ എത്ര രൂപയ്ക്കാണ് സെയിലായി പോയെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു റേറ്റിനും വണ്ടിയുടെ കണ്ടീഷനും അനുസരിച്ച് മാത്രം വണ്ടിക്ക് വില ഇടുക. അങ്ങനെയാണ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് വണ്ടി എടുക്കേണ്ടത്. പിന്നെ ബാർഗെയിൻ ചെയ്യാൻ നിർത്തി ചെറിയ ചെറിയ പണികളൊക്കെ മാക്സിമം വെച്ച് ബാർഗെയിൻ ചെയ്യാതിരിക്കുക. മേജറായിട്ട് അത്യാവശ്യം ഫണ്ടൊക്കെ ഇറങ്ങുന്നതിലുള്ള പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ബാർഗെയിൻ ചെയ്യുക. ചെറിയ ചെറിയ പണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് മാത്രം വിടുക. അത് വെച്ചിട്ട് വലിയ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് പണിത് കൊണ്ടുനടക്കുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ചെല്ലുക, റേറ്റ് കേൾക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ റേറ്റ് ആണെങ്കിൽ എടുത്തുകൊണ്ട് വരിക. വലിയ പേര് പിന്നെ ബാർഗെയിൻ ചെയ്യേണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരമ്മാതിരി മെയിൻറ്റെയിൻ ചെയ്ത് പണിതൊക്കെ വെച്ചേക്കുന്ന വണ്ടിയാണെങ്കിൽ അതിനുള്ള വാല്യൂ നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കുകയും ചെയ്യണം. ഓഫ് എല്ലാ കാര്യവും എൻ്റെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്സൊക്കെ ആയിട്ട് പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റോട് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ ഒന്ന് അടിച്ചേക്ക്. പിന്നെ നിങ്ങളോട് പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇടുന്നുണ്ട്, എളുപ്പമായിട്ടൊക്കെ തോന്നും. പക്ഷേ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം, എന്നിട്ട് വീഡിയോ കണ്ടു നോക്കണം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യണം, വീണ്ടും എക്സ്പോർട്ട് ചെയ്യണം. ഒരുപാട് ടൈം കൺസ്യൂമിങ്ങും എഫർട്ടൊക്കെ ഇടേണ്ട പരിപാടിയാണ്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിലായാലും റീൽസൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു എഫർട്ടും കാരണം മനസ്സിലാവും. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ടും കൂടെയൊക്കെ ഇല്ലെങ്കിൽ ഇതൊന്ന് തുടർന്ന് പോകാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഡിൽ കൂടെ എന്നെ കമൻസിൽ കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഡിൽ ലിങ്ക് കാണാനൊക്കെ എൻ്റെ അക്കൗണ്ട് ബയൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.